പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL 11ാം സീസണിലെ 17ാം മത്സരത്തിനായി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. കരുത്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. എന്ത് വിധേനയും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം നേടിയെടുത്താൽ മാത്രമേ പ്ലേ ഓഫ് എന്നൊരു സാധ്യത ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നൊരു ജീവന്മരണ പോരാട്ടം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ന് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്തേക്ക് കയറുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മികച്ചൊരു മത്സരം തന്നെ ഇന്ന് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രധാനമായും 4 മാറ്റങ്ങളോട് കൂടിയായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ വമ്പൻ മാറ്റങ്ങൾക്കാണ് സാധ്യതകൾ നിലവിൽ കാണുന്നത്. 2 സെന്റർ ബാക്കുകളായ മിലോസും അതുപോലെ തന്നെ ഹോർമിപാമും കളിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മിലോസിന് കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല, റെഡ് കാർഡിന്റെ സസ്പെൻഷൻ ആയിരുന്നു. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ മിലോസ് ആദ്യ ലെവലിലേക്ക് തന്നെ കടന്നു വരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ സന്ദീപ് സിംഗിനെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ റൈറ്റ് ബാക്കിൽ ഐവാൻ ഡോഹ്ലിംഗ് ആയിരുന്നു കളിച്ചത്. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ലെഫ്റ്റ് ബാക്കിലായിരിക്കും ഐവാൻ ഡോഹ്ലിംഗ് കളിക്കുക. കാരണം ഈ മത്സരത്തിൽ നവോച്ച സിംഗിന് കളിക്കാൻ സാധിക്കില്ല. താരത്തിന്റെ 4 യെല്ലോ കാർഡ് സസ്പെൻഷൻ കാരണം ഇന്നത്തെ മത്സരത്തിൽ നവോച്ചയ്ക്ക് കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നവോച്ചയുടെ പകരക്കാരനായി ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് ഐവാനെ ആയിരിക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു താരമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക ഫ്രെഡിയും അതുപോലെ തന്നെ വിപിൻ മോഹനും ആയിരിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഥവാ വിപിൻ മോഹനൻ ആദ്യ ലെവലിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ഡാനിഷ് ഫറൂഖിനെ പ്രതീക്ഷിക്കാം. വിപിൻ മോഹനന് തന്നെയാണ് കൂടുതൽ സാധ്യതയും നിലവിൽ കാണുന്നത്. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാലോണ കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 2 വിങ്ങേഴ്സായി കോറു സിംഗും അതുപോലെ തന്നെ നോവാസുദോയും മുന്നിട്ട് നിരയിൽ ജീസസ് ജിമിനസും കളിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അഥവാ ജീസസ് ഇന്ന് ആദ്യ ലെവലിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ താരത്തിന്റെ പകരക്കാരനെ നമുക്ക് പെപ്പറെ പ്രതീക്ഷിക്കാം. എന്തായാലും ജീസസിന് തന്നെയാണ് ഏകദേശം 90% സാധ്യതകൾ കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി വന്ന് ഒരു ഗോളും നേടാൻ താരത്തിൽ സാധിച്ചിരുന്നു. കൂടാതെ മികച്ച പ്രകടനവും കഴിഞ്ഞ മത്സരത്തിൽ താരം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ജീസസിനെ ആദ്യ ലെവലിൽ തന്നെ കോച്ച് ഉൾപ്പെടുത്തുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത്. പ്രധാനമായും 4 മാറ്റങ്ങളായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്ന് പറയുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ നേടിയെടുത്തുകൊണ്ട് 6ാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം, പ്രാർത്ഥിക്കാം.